നല്ല ചിക്കൻ കറി വെച്ചതുപോലത്തെ ഒരു കൊഞ്ച് കറി, പിന്നെ നമ്മുടെ പയർ തോരൻ, പൈനാപ്പിളൊക്കെ വെച്ചുണ്ടാക്കിയ പുളിശ്ശേരി, പിന്നെ ദേ നമ്മുടെ ആളിതേ അവിടെ തെറ്റിപ്പിരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ, വാശിയും പിടിച്ചുകൊണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ ദേ ചോറ്, വേറൊന്നുമല്ല, ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ദേ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് അമ്മ വന്ന് നിൽക്കുവാണ് കേട്ടോ. ഞാൻ പിടിച്ച് നിർത്തിയേക്കും കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ദേ ടി വിയിൽ നമ്മുടെ തന്നെ വ്ളോഗ് കേട്ടോ. ദേ ഈ ഇരിക്കുന്ന ആളെയും ദേ ഇവിടെ ഇരിക്കുന്ന ആളെയും തമ്മിലൊന്ന് നോക്കിയേ. ടി വിയിലൊന്ന് പാവം പോലെ ഇരിക്കുന്നു, ഇവിടെയോ ഭയങ്കര വയലൻറ്റും ഭയങ്കര ആക്രമണം കേട്ടോ. ഒരു ലഹളമായിട്ടിരിക്കുവാണ് അവിടെ. അപ്പോൾ അമ്മ ദേ എനിക്ക് വീഡിയോ എടുത്ത് തരാണ് കേട്ടോ. എൻ്റെ ലുക്കൊന്നും നോക്കണ്ട കേട്ടോ, പനിയൊക്കെ പിടിച്ച് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ദേ അമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ഉള്ള സമയത്ത് കുറച്ച് വെയിൽ കിട്ടിയതിൽ തുണികളൊക്കെ കഴുകി മാക്സിമം ഉണക്കി പറക്കി പോകാൻ കുറച്ച് ടൈം മുന്നേ വരെ ഉണക്കലും പറക്കലും മടക്കലും ഒക്കെ ആയിട്ട് അമ്മ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നില്ല കേട്ടോ, അമ്മ പോയതിൻ്റെ വിഷമമൊക്കെ ആയിട്ട്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, സൺഡേ ഫ്രൈഡ് റൈസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഭദ്രയുടെ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ദേ അവർ ബീഫാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനും അമ്മയും ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ പനിയായതിന് ശേഷം ടേസ്റ്റ് ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല, ഒന്നിനും ടേസ്റ്റ് അങ്ങനെ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ, ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും എല്ലാം എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര ക്ഷീണവും, ഇപ്പോഴത്തെ പനിക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും മോളും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോൺ, അതായത് കള്ളിക്കാട് അമ്മയുടെ ഫോണ് നിക്കു എറിഞ്ഞ് പൊട്ടിച്ചു. അങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിരുന്നു. അപ്പോൾ ഒരു ഫോൺ മേടിക്കാം എന്നായിരുന്നു ഉദ്ദേശം നമ്മുടെ. അപ്പോൾ ഒന്ന വഴിക്ക് നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാമെന്നൊരു ഇതായിരുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് പോയപ്പോൾ മഴയൊക്കെ തോർന്ന്, പക്ഷെ ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. മഴയൊക്കെ തോർന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ പോകാൻ നല്ല രസമാണല്ലേ, ഈ മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന ടൈമിൽ നല്ല രസമാണ്. നല്ല തണുപ്പും നമ്മുടെ പ്രകൃതിയൊക്കെ കാണാൻ ഒരു ഭംഗിയും നല്ല രസമാണ് കേട്ടോ. നല്ല വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിൽക്കും അതുപോലെ തന്നെ കാറിൽ കയറിയപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു മൂഡിലോട്ട് ഒട്ടും മുഖം ശരിയല്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് കിടക്കുവാണ് കേട്ടോ. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ആളിരിക്കുന്നത്. എപ്പോൾ കാറിൽ കയറിയാലും ആൾക്ക് ഉറങ്ങണം കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങി, പകൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉറങ്ങിയായിരുന്നു കേട്ടോ. എന്നിട്ടും ആൾക്ക് കാറിൽ കയറിയപ്പോൾ ഉറങ്ങണം. പിന്നെ അതേ അച്ഛൻ അവിടെ ഒരു സൈഡിൽ നിന്ന് ചവിട്ടലും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. കാലുകൊണ്ട് ഗിയർ മാറ്റുക, അങ്ങനത്തെ പല പരിപാടികളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെ മൂഡിലിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറവില്ലെങ്കിൽ ഭയങ്കര ബഹളമാണ്. അച്ഛനും അവളും തമ്മിൽ ഭയങ്കര ഗുസ്തിയായിരിക്കും കേട്ടോ. കാറിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ അവളവിടെ ഡിസ്പ്ലേയിലൊക്കെ കാലുകൊണ്ടൊക്കെ ചവിട്ടലും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നല്ല ആകാശമൊക്കെ മൂടിക്കെട്ടിയിരിക്കുന്നുണ്ട്, പക്ഷേ മഴയില്ല കേട്ടോ. അങ്ങോട്ട് ട്രിവാൻഡ്രം ഭാഗത്തോട്ട് ഞങ്ങൾ പോയതിന് ശേഷം മഴയൊന്നും പെയ്തിട്ടില്ല. മഴ പെയ്ത് തോർന്ന ആ ഒരു അന്തരീക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾ എഴുന്നേറ്റ് കേട്ടോ. അവിടെ കിടത്തിയെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഡിസ്പ്ലേയിലൊക്കെ പോയി ചവിട്ടുകയാണ് കേട്ടോ. അച്ഛൻ കാല് മാറ്റി പിടിക്കുന്നുണ്ട്, എന്നാലും പോയി പിടിക്കുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗുസ്തിയൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യൂലേ എന്നൊക്കെ ഒരു ഡൗട്ടിലാണ് കേട്ടോ ഞങ്ങൾ. മഴ പെയ്താൽ നിക്കുനെയും കൊണ്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എങ്കിലും പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല, എന്നാലും എവിടെയെങ്കിലും ഒന്ന് പോവാം. എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒന്ന് രണ്ടിടത്തൊക്കെ കയറാമെന്നൊക്കെ കരുതിയായിരുന്നു നിക്കുനെ കൊണ്ട്. അപ്പോൾ മഴയൊന്ന് നോക്കട്ടെ എന്ന് കരുതി. അങ്ങനെ നമ്മുടെ ആൾ എവിടെയെങ്കിലുമൊക്കെ ചവിട്ടണം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ചവിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ല നമുക്ക്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ മഴയൊക്കെ തോർന്നിരിക്കുമ്പോഴത്തേനും മരമൊക്കെ കാണാനും, മരങ്ങളും നല്ല ഭംഗിയുണ്ട്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ട്രിവാൻഡ്രത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് സ്ഥലങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ സ്ഥലം, ഇവിടെ വീഡിയോ എടുത്തോ എന്നൊക്കെ വീഡിയോ എടുക്കുന്ന ടൈമിൽ പറയും. പക്ഷെ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇപ്പം പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തതും പഠിച്ചതൊക്കെ നമ്മൾ നെയ്യാറ്റിൻകര ടു കാട്ടാക്കട ടു നെയ്യാറ്റിൻകര അല്ലെങ്കിൽ ഡാം അവിടെയൊക്കെയാണ് പഠിച്ചത്. ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം നെയ്യാറ്റിൻകരയും അറിയാം. അല്ലാണ്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, അവിടോട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. ചേട്ടാ എപ്പോഴും എന്നെ വഴക്ക് പറയും കേട്ടോ.
സോറി വഴക്കല്ല, ഇങ്ങനെ കളിയാക്കി പറയും, ഒരു സ്ഥലം അറിയത്തില്ല ട്രിവാൻഡ്രത്തെ എന്ന് പറയും. അപ്പം ഞാൻ പറയും ചേട്ടനിപ്പോൾ നമ്മുടെ ഡാം സ്ഥലം അവിടുത്തെ സ്ഥലം വല്ലതും അറിയാമോ? ഇല്ല. കാര്യം ചേട്ടൻ അവിടെ പഠിച്ചിട്ടില്ല, അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. എനിക്കതുപോലെ തന്നെ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല, വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ പോവേണ്ട ആവശ്യം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഈ സ്ഥലങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ചെറിയൊരു ചമ്മലുണ്ട്. എന്നാലും സത്യാവസ്ഥ അതാണ്, അറിയത്തില്ല, അതാണ് കാര്യം. ഇന്നടുത്താണെന്നൊക്കെ ചെറിയ ഐഡിയകളുണ്ട്, പക്ഷേ സ്ഥലം എനിക്കറിയത്തില്ല. ഇപ്പോൾ സ്ഥലം എത്താറായിരുന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ചേട്ടൻ ഓരോന്ന് പറഞ്ഞു തരണം കേട്ടോ, അതെ ഇവിടെയാണ് ഈ സംഭവം, അത് ഇതെന്നൊക്കെ പറഞ്ഞു തരണം. എന്നാലും എനിക്ക് അറിയത്തില്ല. നമ്മളിങ്ങനെ റെഗുലറായിട്ട് വരികയാണെങ്കിൽ ഓക്കെ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ചേട്ടൻ്റെ കൂടെ പോകുകയെന്ന്, കാറിൽ കയറി പോകുന്നു, ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പം എങ്ങനെ അറിയാൻ പറ്റുക? അപ്പോൾ അങ്ങനെ എന്നെ കുറേ കളിയാക്കിയൊക്കെ ഇരിക്കുവാണ് കേട്ടോ ആൾ. ഇതൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇപ്പോൾ ടൈം ഒരു 4 മണിക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ടീ കുടിക്കാനുള്ള ടൈമായി. അപ്പോൾ സമയത്തിന് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോറൂമിൽ കയറുന്നതിന് മുമ്പേ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു കേട്ടോ. ഒരു ഉഴുന്നുവടയും കൂടെ മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കയറിയിട്ടുണ്ട്, ഓക്സിജൻ്റെ ഷോറൂമിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ, നല്ല തിരക്ക്. അവിടെ നമ്മൾ ചെന്ന് കയറിയപ്പോൾ വീഡിയോ പിടിക്കാനോ ചെന്ന് കയറാൻ കൂടെ പറ്റാത്തത്രയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ഒരു EMI ഇട്ടെടുക്കാനായിരുന്നു കേട്ടോ പ്ലാന്. അമ്മയ്ക്കൊരു നോർമൽ കുഞ്ഞ് ഫോൺ മതി, വലിയ ഫീച്ചേഴ്സ് ഒന്നും ഉള്ളത് വേണ്ട. ഞങ്ങൾ EMI സെക്ഷനിലോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ കണ്ടു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മൈക്രോവേവ് ഓവൻ, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, അങ്ങനെ വേണ്ട AC, ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഞാനും നിൽക്കും കൂടെ, ചേട്ടൻ അവിടെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ വർക്കൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും നിൽക്കും കൂടെ ഒരു കറങ്ങി അങ്ങ് എല്ലാ സാധനങ്ങളും നോക്കി പോയി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ നടന്നു കേട്ടോ. നിക്കുവിന് ഉറക്കത്തിൻ്റെ ഒക്കെ മൂഡായതുകൊണ്ട് ആദ്യം ആൾ കുറച്ചൊന്ന് ഒതുങ്ങിയിരുന്നു. പിന്നെ തറ ഇറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആളുടെ സ്വഭാവം അങ്ങ് മാറി കേട്ടോ. പിന്നെ ആൾ ഒരൊറ്റ പാച്ചിലായിരുന്നു. ഫുൾ അവിടെ മൊത്തം ഓടി നടന്ന് അവിടെ അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടോ. അവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുമായിട്ടൊക്കെ കമ്പനിയായി. അവളുടെ ഒരു ചേട്ടൻ വന്നു, അവരുമായിട്ടൊക്കെ കമ്പനിയായി. ഞങ്ങളുടെ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മിക്സിയൊക്കെ ഉണ്ട് കേട്ടോ. മിക്സിയുടെ ജാറൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. മേടിച്ചു നമ്മൾ. അങ്ങനെ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ദേ ഒരുപാട് AC കളക്ഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അതേ നമ്മുടെ നിക്കു ഇവിടെ പിണങ്ങി നിൽക്കണം കേട്ടോ. ഞാൻ ഓടിയ വീഴുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിണങ്ങി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ദേ നമ്മുടെ ഇസ്തിരിപ്പെട്ടി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഹയറിൻ്റെയാണ് കേട്ടോ. അതേ നമ്മുടെ ഈ വാക്യൂം ക്ലീനർ അല്ലേ ഇത്, മറ്റേ നമ്മുടെ എന്തുവാ, ഞാൻ ഇത് വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ വാക്യൂം ക്ലീനറിനെ പറ്റി. നല്ലതാണെന്നൊന്നും അറിയത്തില്ല, യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ വാങ്ങാമോ? അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമോ? ഓ ഫ്രിഡ്ജ് വാങ്ങിക്കാമോ? ആർക്ക്? അമ്മമ്മയ്ക്കാ? കൊള്ളാമോ? അത് കൊള്ളാമോ? വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോവാം, വാങ്ങിച്ചോണ്ട് പോവാമേ. ചച്ചിച്ചി പിന്നെ തിരിച്ചോടണ. അപ്പോൾ എനിക്ക് അവിടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. 1,00,000 സംതിങ് ആണ് കേട്ടോ റേറ്റ്. അതിൻ്റെ ഫുൾ വ്യൂ വരുന്നതായിട്ട് ഇങ്ങനെയാണ് കേട്ടോ, വൈറ്റ് കളർ. സാധാരണ എനിക്ക് ബ്ലാക്ക് കളറാണ് ഇഷ്ടം, പക്ഷേ ഈ വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി കേട്ടോ. ചേട്ടാ അങ്ങ് പോയി അവിടെ അപ്പുറത്ത് നിൽക്കും. ചേട്ടൻ എനിക്ക് ചേട്ടനെ വിളിച്ചോണ്ടിരുന്നല്ലേ, ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റി? എവിടെ? അത് വാങ്ങിച്ചു കൊടുക്കാം അമ്മമ്മയ്ക്ക്.
ഓ അത് കൊടുക്കാം. അത് തൊടണ്ട തൊടണ്ട തൊടണ്ട. ഓ പിന്നെ നമ്മൾ അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്നു കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെങ്ങാണ്ടാണ് ഇതിനൊക്കെ പോയത് കേട്ടോ, EMIക്കൊക്കെ പോയത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്, ഈ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. ഭയങ്കര സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ അതിനകത്ത് നമ്മൾ ചിലവഴിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ച് പോകണ വഴിക്ക് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഈ ബൂസ്റ്റർ ചായയുടെ കട, പട്ടത്തുള്ള. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി 2 ബൂസ്റ്റർ ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ബൂസ്റ്റർ ചായയും അവിടുത്തെ സ്നാക്സും ഒക്കെ ഇഷ്ടമാണ്. നമ്മൾ എന്തായാലും ട്രിവാൻഡ്രത്ത് പോകണമെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യത്തില്ല കേട്ടോ ഈ സ്പോട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ ഈ സ്പോട്ട് ഇവിടെ നിന്നൊക്കെ കുടിച്ചിട്ടുണ്ടോ? കുടിക്കാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതേ ബൂസ്റ്റർ ചായ ഭയങ്കര കളർഫുള്ളായിട്ട് ഇങ്ങ് വരും കേട്ടോ, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം അവിടെ സ്നാക്സ് ഐറ്റംസൊക്കെ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ എഗ് റോള്, സമൂസ, ചിക്കൻ റോൾ, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു മിൽക്ക് കേക്കാണ് കേട്ടോ. നമ്മുടെ ഹൽവയുടെയും കേക്കിൻ്റെയൊക്കെ ഒരു മിക്സായിട്ട് വരും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് ടീ ഭയങ്കര കളർഫുള്ളായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അല്ലാതെ തന്നെ അവിടെ ബദാം ടീ, നോർമൽ ടീ, മസാല ടീ, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഈ വ്ളോഗിൽ മിക്കപ്പോഴും എന്നെ കാണാത്തത് ഞാനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ചേട്ടന് വീഡിയോ എനിക്ക് എടുത്തരാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ നേരിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫുള്ള് എന്നെയല്ല വീഡിയോ എടുക്കുന്നത്, ചുറ്റുപാടുമാണ് കേട്ടോ ആൾ വീഡിയോ എടുക്കുന്നത്. ഇടയ്ക്ക് അവിടെ ഒരു പട്ടിയെ വന്നു, പട്ടിയൊക്കെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നെ വിട്ടിട്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതേ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേനും തന്നെ ഒരു സന്ധ്യയായി കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ കരുതി നമുക്ക് രാമേന്ദ്രയിൽ ഒന്ന് കയറാം, കുറച്ച് നിക്കൂനും എനിക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കണം, കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ കയറാതെ നേരെ വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ പ്ലാൻ വീണ്ടും ചേഞ്ച് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേറെ ഒരിടത്ത് ഒരു ഷോപ്പുണ്ട്, കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ടെന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് മോളുണ്ട്, മേടിച്ചു. അപ്പം നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. ഉദയംകുളങ്ങര ആണെന്ന് തോന്നുന്ന സ്ഥലം പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയതും ഭയങ്കര മഴ. ട്രിവാൻഡ്രം സൈഡിലൊന്നും മഴ ഇല്ലായിരുന്നു നമ്മൾ പോയപ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര പെരുമഴ, കാറിന്ന് പുറത്തിറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. ഭയങ്കര മഴയായിപ്പോൾ. എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് നേരം കാറിനകത്ത് തന്നെ അങ്ങനെ ഇരുന്നു. അപ്പോൾ അതേ ഒരാൾ ഒറ്റയ്ക്ക് സെൽഫി എടുക്കാൻ നോക്കുന്നേ. നിൽക്കുവാണെങ്കിൽ ഭയങ്കര ഉറക്കവും, പുറത്ത് നല്ല കട്ട മഴയും, അകത്ത് നല്ല AC-യുടെ തണുപ്പിൽ സുഖം ഉറക്കവും നിൽക്കും. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു കേട്ടോ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഒരു ദിവസം വരാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നല്ല മഴയത്ത് അവൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി കേട്ടോ. ഇനി നനയിച്ച് ഉറക്കമൊക്കെ കളഞ്ഞ്, അപ്പോൾ അത് വേണ്ടെന്ന് കരുതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ.